മുസ്ലിം ഇര ആയതുകൊണ്ട് മാത്രം, ഹിന്ദു പ്രതി ആയതുകൊണ്ട് മാത്രം കേസുകളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഗോവിന്ദ മാഷ്ക്ക് അഭിപ്രായമുണ്ടോ? ഈ ഒരു കേസിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള വാക്ക് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇദ്ദേഹം അത് എന്തിനാണ് ഇപ്പോൾ ഈ പറയുന്ന ഹരീന്ദ്രൻ എന്ന് പറയുന്ന CPM-ൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അദ്ദേഹം സംഘപരിവാറിനെതിരെ പടവെട്ടിയ നേതാവാണ്, 4 തവണ കൊലപാതക ശ്രമം രക്ഷപ്പെട്ട ആളാണ്, ആയിരിക്കാം, ഒരു തർക്കവുമില്ല. അദ്ദേഹം നമ്മളിപ്പോൾ വിമർശിക്കുന്നത് എന്താണ്? ഈ ഒരു വാചകത്തെക്കുറിച്ചാണ്, ഈ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. ആ പ്രസംഗത്തെക്കുറിച്ച് പറയൂ. ആ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറയുന്നു ഇത് മുസ്ലിം ലീഗിനെയും SDPI-യെയും പറഞ്ഞതാണല്ലോ, അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ളൊരു ആരോപണമാവുക എന്നുള്ളത് ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്നതാണല്ലോ. അപ്പം നിഷാദ് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, അതായത് ഇനി ഹിന്ദു ആയാൽ, പ്രതി ഹിന്ദു ആയാൽ മുസ്ലിം ലീഗിനും SDPI-ക്കും ഇടപെടാൻ പാടില്ലേ? ഇര മുസ്ലിം ആയി കഴിഞ്ഞാൽ പാടില്ലേ? അത് വളരെ ന്യായമായ ചോദ്യമാണല്ലോ. ഇത്രയും പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുകയാണ്. ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, SDPI-യും രാഷ്ട്രീയ പാർട്ടിയാണ്, അത് പോട്ടെ, മുസ്ലിം ലീഗിൻ്റെ കാര്യം മാത്രം എടുക്കുക. ഈ പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനൊരു അഭിപ്രായമുണ്ടോ? മുസ്ലിം ഇര ആയതുകൊണ്ട് മാത്രം, ഹിന്ദു പ്രതി ആയതുകൊണ്ട് മാത്രം കേസുകളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഗോവിന്ദ മാഷ്ക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദ മാഷ് അങ്ങനെ അഭിപ്രായം പറയുന്നത്. പിണറായി വിജയൻ അങ്ങനെ അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ വില കുറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമായിപ്പോയി. ഇത് ഇവരൊക്കെ പ്രകോപിപ്പിക്കുന്നതിന് കാരണം എന്താണ്? ഈ പാലത്തായി കേസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പാലത്തായി കേസ് എങ്ങനെയാണ് 3 തവണ അട്ടിമറിക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് അത് അവസാനം നല്ലൊരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അട്ടിമറിക്കപ്പെട്ട കാലം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് അന്വേഷിച്ചപ്പോൾ തന്നെയാണ് സംഭവിച്ചത്. അന്ന് ജനങ്ങൾ ജാഗ്രത കാണിച്ചതുകൊണ്ട് മാത്രമാണ് കേസ് അവസാനം കൃത്യമായി അന്വേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം വിധിന്യായത്തിൽ അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു പരാമർശം കൂടി വിധിന്യായത്തിൽ വന്നു. അതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതാണ് ഇവരെ പൂർണ്ണമായും ചൊടിപ്പിക്കാനുള്ള കാരണം. എന്തിനാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ ചൊടിച്ചുകൊണ്ട് ബാക്കി ഇതുപോലുള്ള വർഗീയ വർത്തമാനങ്ങൾ പറയുന്നത്? എന്തിനാണ്?